ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് HIV-TB കോർഡിനേഷൻ കമ്മിറ്റിയാണ്. വളരെയധികം ചെറിയ ടോപ്പിക്കാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എന്താണ് HIV-TB കോർഡിനേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ HIV-TB ഫ്രെയിംവർക്ക് എന്താണ്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏതൊക്കെ തലത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നാഷണൽ HIV-TB കൊളാബറേഷൻ. TB-HIV collaborative activities between the NTP and National AIDS Control Program NACP initially started in the year 2001. NACP and NTP developed the National Framework for Joint TB-HIV collaborative activities in 2007, which was revised in February 2008. സോ HIV-TB കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് NTP എന്താണ്, നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആൻഡ് അതുപോലെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്, TB-HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് 2001 സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് NACPയും NTPയും നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ജോയിൻറ്റ് TB-HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് 2007 ആൻഡ് അത് ഫെബ്രുവരി 2008 ഒന്ന് റിവൈസ് ചെയ്യപ്പെടുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ജോയിൻറ്റ് TB-HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത ഇയർ ആൻഡ് അതുപോലെ തന്നെ TB-HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത ഇയറും പഠിച്ചു വെക്കുക. ആൻഡ് ഇത് എന്നാണ് റിവൈസ് ചെയ്യപ്പെട്ടത്, ദാറ്റ് ഈസ് ഫെബ്രുവരി 2008 ആണ്, അതും പഠിച്ചു വെക്കുക. ദെൻ ദ കറൻറ്റ് നാഷണൽ ഫ്രെയിംവർക്ക്. സോ ഈ നാഷണൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കറൻ്റ്ലി, അതാണ് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് പോയിന്റിൽ. Establishes uniform activities and antiretroviral therapy, ART centers and integrated counseling and testing centers ICTCs nationwide for intensified TB case finding and reporting. Strengthens joint monitoring and evaluation with specified national TB-HIV program indicators and performance target. സോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആർട്ട് സെൻറ്റേഴ്സും അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സിലും HIV ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻറ്റൻസിഫൈഡ് TB കേസസും കൂടി, TB കേസസ് അതിലുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് TB ഉണ്ടെങ്കിൽ അതും കൂടി ഫൈൻഡ് ചെയ്യാനും അത് എവിടത്തേക്ക് NTPയിലേക്ക് റിപ്പോർട്ട് ചെയ്യാനും കൂടി തുടങ്ങി. ആൻഡ് അതുപോലെ തന്നെ ഇത് TB-HIV കോർഡിനേഷൻ അല്ലെങ്കിൽ TB-HIVയും കൂടി ഒരുമിച്ചുള്ള ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരൊരു ജോയിൻറ്റ് മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ഇവാലുവേഷനുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയത്. നെക്സ്റ്റ്, ലിങ്കിങ് ഓഫ് HIV ഇൻഫെക്റ്റഡ് TB പേഷ്യൻ്റ് to NACP for HIV care and support including ART and NTP for TB treatment. സോ ഇവിടെ ഒരു ലിങ്കിങ് കൂടെ അവർ ചെയ്യുന്നുണ്ട് അല്ലേ, HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള TB പേഷ്യൻസിനെ NACPയിലേക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, HIV കെയറിനും സപ്പോർട്ടിനും വേണ്ടിയിട്ട് ART സെൻറ്റേഴ്സിലേക്കും അവർ പറഞ്ഞയക്കുകയാണ്. അതുപോലെ തന്നെ NTPയിൽ TB ട്രീറ്റ്മെൻറ്റിനും കൂടിയിട്ട് അയക്കുന്നുണ്ട്. Then provision of cortisomazole prophylactic treatment for HIV infected TB patients. So HIV-TB ഉള്ള പേഷ്യൻസിന് അവരെന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്, കോർട്ടിമോഅസോൾ പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്, CPT ട്രീറ്റ്മെൻ്റ് ആണ് ഈ HIV ഇൻഫെക്റ്റഡ് TB പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫീസിബിൾ ആൻഡ് ഇഫക്റ്റീവ് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സും, നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ NGOs, community-based organization and affected communities working with NACP and NTP for all activities on TB-HIV collaboration. ഇവിടെ പറയുന്നത് എന്താണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ CBOസും അതുപോലെ NACPയും NTPയും എല്ലാം തന്നെ എന്ത് ചെയ്തു, വളരെയധികം അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു TB-HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് എല്ലാം നടന്നത്. Then the operational research to improve the implementation and impact of TB-HIV collaborative activities. സോ ഓപ്പറേഷണൽ റിസർച്ചും കൂടി ഈ ഒരു HIV-TB കൊളാബറേഷൻ ആക്ടിവിറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് ഓപ്പറേഷണൽ റിസർച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് പ്രോഗ്രാംസും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റൻസിഫൈഡ് എഫേർട്സ് ആർ റിക്വയർഡ് ഫോർ അഡ്രസ്സിംഗ് ദി TB ബർഡൻ എമംഗ് പീപ്പിൾ ലിവിംഗ് വിത്ത് HIV. ദ 3 I's to reduce the burden of TB among people living with HIV include, so
ഇതിൽ 3 ഐസിനെ പറ്റി പറയുന്നുണ്ട്. ഈ 3 ഐസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ TB ബർഡൻ, പീപ്പിൾ ലിവിങ് വിത്ത് HIV ഉള്ള ആൾക്കാർക്ക് TB ബർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ 3 ഐസ് എന്ന് പറയുന്നത്. ആദ്യത്തെ എന്താണ്? ICF, ഇൻറ്റൻസിഫൈഡ് TB കേസ് ഫൈൻഡിങ് അറ്റ് ICTC ആർട്ട് സെൻറ്റേഴ്സ് ആൻഡ് ലിങ്ക് ആർട്ട് സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻറ്റൻസിഫൈഡ് TB കേസസ് അവരുടെ ആർട്ട് സെൻറ്റേഴ്സിലും ICTCയിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം? അത് എത്രയും വേഗം തന്നെ ആർട്ട് സെൻറ്റേഴ്സിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ICAIC, എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഫോർ പ്രിവെൻറ്റിംഗ് TB ട്രാൻസ്മിഷൻ ഇൻ HIV കെയർ സെറ്റിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? ICAC എന്ന് പറയുന്നത് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഈ TB ട്രാൻസ്മിഷനിൽ HIV കെയർ സെറ്റിങ്സിൽ TB ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ കൺട്രോൾ അല്ലെങ്കിൽ എയർബോൺ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരിക. നെക്സ്റ്റ് തേർഡ് വൺ IPT, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഐസോനൈസ്ഡ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓൾ പീപ്പിൾ ലിവിങ് വിത്ത് HIV ഓൺ ആർട്ട് ആൻഡ് പ്രീ ആർട്ട്. സോ ഇതിലെന്താ പറയുന്നത്? ഐസോനൈസ്ഡ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് പീപ്പിൾ ലിവിങ് വിത്ത് HIV അവർക്ക് എല്ലാവർക്കും ഏത് ട്രീറ്റ്മെൻറ്റാണ്? ഐസോനൈസ്ഡ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റും കൂടി കൊടുക്കണം എന്നതാണ് തേർഡ് പറയുന്നത്. ഓക്കെ. Next, there is a well-structured system for National AIDS Control Program and a National Tuberculosis Elimination Program, coordination at a national, state and district level, which includes the following. So, ഇവിടെ നമ്മുടെ ഈ നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസും ഇവർക്ക് നാഷണലും സ്റ്റേറ്റും അതുപോലെ തന്നെ അങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിലും ഒക്കെ ഓരോരോ കോർഡിനേഷൻസ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവരെങ്ങനെയാണ് ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്, നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രാംസ് നമുക്ക് കിട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നാഷണൽ ലെവലിൽ നാഷണൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇവരെ നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നത് നാഷണൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ്. അറ്റ് നാഷണൽ ലെവൽ എ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ് കംപ്രൈസിംഗ് കീ ഒഫീഷ്യൽസ് ഫ്രം NACO ആൻഡ് സെൻട്രൽ TB ഡിവിഷൻ ഡീലിംഗ് വിത്ത് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് അതർ എക്സ്പേർട്സ്. ദ പർപ്പസ് ഓഫ് TWG വിച്ച് മീറ്റ്സ് at least quarterly is to review, optimize and plan for future TB HIV coordination activities. സോ നാഷണൽ ലെവൽ എന്ന് പറയുന്നത് ഇതിൽ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? കീ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് NACOയിലും അതുപോലെ തന്നെ സെൻട്രൽ TB ഡിവിഷൻസിലും വർക്ക് ചെയ്യുന്ന 2 പേര്. ആൻഡ് അതുപോലെ തന്നെ TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറച്ച് എക്സ്പേർട്സിനെയും കൂടിയിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്വാർട്ടർലി ആണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് ഇവരുടെ പ്ലാൻസും ഫ്യൂച്ചർ ഈ കോർഡിനേഷൻ ആക്ടിവിറ്റീസൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ക്വാർട്ടർലി ഉള്ള അവരുടെ മീറ്റിങ്ങിലാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി SCC ആണ് ഉള്ളത്. നാഷണൽ ലെവലിൽ നാഷണൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പാണ്. സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ആണെന്നും കൂടി ഓർക്കുക. ഇവിടെ എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ് ലെവലിൽ ടു എൻഷുർ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റെഗുലർ റിവ്യൂ ഓഫ് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് SCC is chaired by Principal Health Secretary ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ. സോ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് സ്റ്റേറ്റ് ലെവലിൽ നോക്കുന്നത് ആരാണ്? ഇത് അതിൻ്റെ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഹെൽത്ത് സെക്രട്ടറി ആണ് സ്റ്റേറ്റ് ലെവലിൽ നോക്കുന്നത്. ആൻഡ് ദീസ് കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ്സ് ആർ ഓർഗനൈസ്ഡ് ബൈ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഓൺ എ ബൈ ആനുവൽ ബേസിസ്. അപ്പം ഇവരുടെ മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബൈ ആനുവൽ ബേസിസിലാണ്. ആനുവലി 2 പ്രാവശ്യം മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ മീറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ദെൻ ദി സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് SWG. At the state level, SWG is composed of key officials from SACS and state TB cell along with their state officials dealing with TB HIV collaborative activities and consultants involved in TB HIV collaborative activities. The SWG is organized by SACS at least once in a quarter to review and streamline the collaborative activities. സോ ഈ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ എന്നും കൂടിയുണ്ട് സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പും കൂടിയുണ്ട്. ഇവിടെ വരുന്ന കീ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് എന്താണ്? സാക്സിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് TB സെൽസിൽ നിന്നുള്ള ഒഫീഷ്യൽസാണ് ഈ ഒരു TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ആൻഡ് അതുപോലെ തന്നെ HIV-TB കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് നോക്കുന്ന കുറച്ച് കൺസൾട്ടൻസും കൂടി ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഈ SWGയുടെ
മീറ്റിംഗ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ക്വാർട്ടർ ഓഫ് ഇയർ ആണ് വരുന്നത്. അവരുടെ റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ അവർ വീണ്ടും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ക്വാർട്ടറാണ് പറയുന്നത്. ഈ വൺസ് ഇൻ എ ക്വാർട്ടർ എന്ന് പറയുന്നത് 3 മാസം കൂടുന്ന സമയത്ത് ഒരിക്കൽ അവരുടെ മീറ്റിംഗ് നടത്തുക, അതിനാണ് ഉദ്ദേശിക്കുന്നത്. 3 മാസം കൂടുമ്പോഴാണ് ഇവരുടെ മീറ്റിംഗ്സ് ഒക്കെ നടന്നു പോകുന്നത്. ബൈ ആനുവൽ എന്ന് വെച്ചാൽ 1 വർഷത്തിൽ 2 പ്രാവശ്യമാണ് അവരുടെ മീറ്റിംഗ്സ് വരുന്നത് സ്റ്റേറ്റ് ലെവലിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പം നാഷണലും സ്റ്റേറ്റും പഠിച്ചു. ഇനി തേർഡ് വരുന്നത് ഏതാണ്? ഡിസ്ട്രിക്ട് ലെവലാണ്. ഇതിൽ ഡിസ്ട്രിക്ട് കോർഡിനേഷൻ കമ്മിറ്റി DCCs ആണ് ഉള്ളത്. സോ ടു എൻഷുർ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റെഗുലർ റിവ്യൂ ഓഫ് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ്, കോർഡിനേഷൻ കമ്മിറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിലും കോർഡിനേഷൻ കമ്മിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദീസ് കോർഡിനേഷൻ കമ്മിറ്റീസ് മീറ്റ് ഓൺ എ ക്വാർട്ടർലി ബേസിസ്. ഇവരും ക്വാർട്ടർലിയാണ് മീറ്റ് ചെയ്യുന്നത്. DCCs ആർ ഓർഗനൈസ്ഡ് ബൈ ഡിസ്ട്രിക്ട് എയ്ഡ്സ് പ്രിവെൻഷൻ കൺട്രോൾ യൂണിറ്റ് and the unit nodal officers and or district TB officers. സോ ഇതിൽ DCCs എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആരാണ്? ഡിസ്ട്രിക്ട് എയ്ഡ്സ് പ്രിവെൻഷൻ കൺട്രോൾ യൂണിറ്റ് നോഡൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് TB ഓഫീസേഴ്സ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ദെൻ മന്ത്ലി മീറ്റിംഗ്സ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. എ മന്ത്ലി മീറ്റിംഗ് ഓഫ് DTU ആൻഡ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ഈസ് ഹെൽഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് കീ സ്റ്റാഫ് ഫ്രം ബോത്ത് പ്രോഗ്രാം. സോ ഇവരുടെ മീറ്റിംഗ്സ് നടക്കുന്നത് എന്താണ്? മന്ത്ലിയാണ് മീറ്റിംഗ് നടക്കുന്നത്. ഇതിൽ DTOയും അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമാണ് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ഈ 2 പ്രോഗ്രാമിൽ നിന്നുള്ള അവരുടെ സ്റ്റാഫും കൂടി മെയിനായിട്ട് വേണ്ട കീ സ്റ്റാഫ്സും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ മന്ത്ലി കീ സ്റ്റാഫ് മീറ്റിംഗ്സ് ഫോർ NTP ആർ ഓൾറെഡി ബീൻ കണ്ടക്റ്റഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. സോ NTPക്ക് ഓൾറെഡി ദ മന്ത്ലി കീ സ്റ്റാഫ് മീറ്റിംഗ് ഓൾറെഡി നടക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ മന്ത്ലി അവർ നടത്തുന്നുണ്ട്. ഇറ്റ് ഈസ് envisaged that during these monthly key staff meetings, additional sessions be organized for TB HIV, which should be attended by key district staff of NACP. In these monthly meeting, a review of the ongoing TB HIV collaborative activities and discussion on key issues emerging from the field is done. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മന്ത്ലി NTP അവരുടെ മീറ്റിംഗ്സ്, അവരുടെ കീ സ്റ്റാഫ് മീറ്റിംഗ്സ് നടത്തുന്നുണ്ട് ഡിസ്ട്രിക്ട് ലെവലിൽ. അപ്പം അതുപോലെ തന്നെ ഈ NTPയുടെ മീറ്റിംഗ്സ് അവിടെ നടക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഈ TB HIV കൊളാബറേറ്റീവായിട്ട് TBയും HIVയും കൂടിയുള്ള കാര്യങ്ങളും കൂടി അവരുടെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് തീരുമാനിച്ചു. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? മന്ത്ലി ഇപ്പം TB HIV ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മീറ്റിംഗ്സും കൂടിയിട്ട് അവിടെ ഇപ്പം നടത്തുന്നുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിൽ നടത്തുന്നുണ്ട്. So additional sections to be organized for TB HIV should be attended by the key district staff of NACP. So NACPയിലുള്ള കീ ആയിട്ടുള്ള സ്റ്റാഫ്സ്, മെയിൻ ആയിട്ടുള്ള സ്റ്റാഫ്സ് എന്ത് ചെയ്യണം? TB HIV ഓർഗനൈസ്ഡ് സെഷൻസും കൂടി അവർ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് അതിലും കൂടി അവർ അറ്റൻഡ് ചെയ്യണം. ദെൻ ഇൻ ദീസ് മന്ത്ലി മീറ്റിംഗ് എ റിവ്യൂ ഓഫ് എന്ന് വെച്ചാൽ ഈ മന്ത്ലി മീറ്റിംഗ്സ് എന്ത് ചെയ്യണം? ഈ TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ റിവ്യൂസൊക്കെ ആ ഒരു മീറ്റിംഗ്സിൽ എന്ത് ചെയ്യണം? അതും കൂടി അവർ ചർച്ച ചെയ്യുകയും കൂടി വേണം. നെക്സ്റ്റ്, ദ ആനുവൽ റിവ്യൂ ഓഫ് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് അറ്റ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. സോ ഒരു ആനുവൽ റിവ്യൂ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതും നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലുള്ള ആനുവൽ റിവ്യൂ എങ്ങനെയാണെന്ന് പറയുന്നത്. NTP കണ്ടക്ട്സ് റെഗുലർ പ്രോഗ്രാം റിവ്യൂസ് അറ്റ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. NTP എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലറായിട്ട് പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും കൊണ്ടുവരുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് പ്ലാൻഡ് ദാറ്റ് at one of these reviews at the national level, and annual review of TB HIV collaborative activities is held with the participation of state program officer of both program. This annual review is held in close coordination between NACU and CTD. Similar annual reviews were also held at the state level. So ഇവിടെ പറയുന്നത് എന്താണ്? നാഷണൽ ലെവലിൽ എങ്ങനെയാണ് ഇവരുടെ ആ ഒരു റിവ്യൂ, ആനുവൽ റിവ്യൂ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഇതിൽ റിവ്യൂ നടത്തുന്ന സമയത്ത് ആരാണ് ഉണ്ടായിരിക്കേണ്ടത്? സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ. 2 പ്രോഗ്രാംസിൻ്റെയും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജേഴ്സാണ് ഈ ഒരു ആനുവൽ റിവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ആനുവൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? NACOയുടെയും CTDയും ക്ലോസ് കോർഡിനേഷൻ വഴിയാണ് ഈ ഒരു ആനുവൽ റിവ്യൂ അവർ തയ്യാറാക്കുന്നത്. ആൻഡ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ലെവലിലും സിമിലർ ആയിട്ടുള്ള ഒരു ആനുവൽ റിവ്യൂവും കൂടി അവർ അവിടെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആനുവൽ റിവ്യൂ എന്ന് പറയുന്നത്. ആനുവൽ റിവ്യൂയുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറാണ്, 2 പ്രോഗ്രാംസിൻ്റെയും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജേഴ്സ്, ആൻഡ് അതുപോലെ തന്നെ NSCOയുടെയും CTDയും ഒരുമിച്ചാണ് ഈ ഒരു
ആനുവൽ റിവ്യൂ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിലും അതനുസരിച്ചുള്ള ഒരു റിവ്യൂ അവിടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ദ ഡെഡിക്കേറ്റഡ് പൊസിഷൻസ് സാങ്ഷൻഡ് ടു ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസും ഈ TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിൽ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ പൊസിഷൻസ് ആണ് ഇതിൽ ഉള്ളത്, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഫുൾ ടൈം റെഗുലർ ഗവൺമെൻറ് ഓഫീസർ വുഡ് ബി ഇൻ ചാർജ് ഓഫ് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോഗ്രാം അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഇൻ NACP ആൻഡ് NTP. സോ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ NACPയിലും NTPയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം റെഗുലർ ഗവൺമെൻറ് ഓഫീസറാണ് ഇൻചാർജ് ആയിട്ടുള്ളത് TB HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിന്. അതുപോലെ തന്നെ നാഷണൽ കൺസൾട്ടൻസ് ഫോർ TB HIV NACPയിലും NTPയിലുമുള്ള കൺസൾട്ടൻസ് ഉണ്ട്, അവരുമുണ്ട് ഇതിൽ. Then the technical officers at SACS for basic services including TB HIV are available across the country, one to two per state. സോ ടെക്നിക്കൽ ഓഫീസേഴ്സ് സാക്സിൽ ടെക്നിക്കൽ ഓഫീസേഴ്സ് ഉണ്ട് ബേസിക് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ സ്റ്റേറ്റ് TB HIV കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ദെൻ ഡിസ്ട്രിക്ട് ലെവൽ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് HIV കോർഡിനേറ്ററും കൂടിയുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരാണ് ആ ഒരു നമ്മുടെ HIV TB കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസിൽ മെയിനായിട്ട് പൊസിഷൻസ് വഹിക്കുന്ന ആൾക്കാർ ഇത്രയുമാണ്. ഗവൺമെൻറ് ഓഫീസർ, ഫുൾ ടൈം ഗവൺമെൻറ് ഓഫീസർ ഉണ്ട്, നാഷണൽ കൺസൾട്ടൻസ് ഉണ്ട് TB HIVക്ക്, ടെക്നിക്കൽ ഓഫീസേഴ്സ്, സ്റ്റേറ്റ് TB HIV കോർഡിനേറ്റേഴ്സ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവലിൽ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB HIV കോർഡിനേറ്റേഴ്സും. സോ ഇത്രയും പേരാണ് മെയിനായിട്ട് പൊസിഷൻസ് വഹിക്കുന്നവർ. നെക്സ്റ്റ് പറയുന്നത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനാണ് NACO. സോ ദ NACO പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് ടു HIV എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഇൻ ഇന്ത്യ. സോ എയ്ഡ്സ് അല്ലെങ്കിൽ HIV കൺട്രോൾ പ്രോഗ്രാമിന് ലീഡർഷിപ്പ് കൊടുക്കുന്നതാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NACO എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റിംഗ് one of the national plan with the one monitoring system. State AIDS prevention and control societies SANCS implement the NACO program at a state level but have functional independence to upscale and innovate. സോ പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ കൺട്രോൾ സൊസൈറ്റീസും സാക്സും കൂടി ഈ NACO ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരെന്താണ് നോക്കുന്നത്, HIV എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റേറ്റ് ലെവലിലാണ് അവർ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദെൻ ദ സാക്സ് സ്ട്രക്ചർ, സ്റ്റേറ്റ് ലെവലിലുള്ള ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയുന്നത്, സാക്സ് ആർ ഓട്ടോണോമസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. ഈച്ച് സാക്സ് ഹാസ് ഗവേണിംഗ് ബോഡി. ഇറ്റ് ഈസ് ഹയസ്റ്റ് പോളിസി മേക്കിംഗ് സ്ട്രക്ചർ ഹെഡഡ് എയ്തർ ബൈ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഹെൽത്ത് ഓർ ചീഫ് സെക്രട്ടറി. സോ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുന്നതാണ് അത് സെൻട്രലൈസ്ഡ് അല്ല ആൻഡ് ഇറ്റ് ഈസ് ഓട്ടോണോമസ് ആണ്. ആൻഡ് ഇത് സാക്സ് നോക്കുന്നത് ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ സാക്സിനുള്ളത്. ഇതിൽ മെയിനായിട്ട് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും സാക്സിൻ്റെ മെയിനായിട്ടുള്ള ഇൻചാർജ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹെഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ദെൻ ഇറ്റ് ഹാസ് ഓൺ ബോർഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം കീ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സിവിൽ സൊസൈറ്റി, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ദ പ്രൈവറ്റ് ഹെൽത്ത് സെക്ടർ ആൻഡ് പീപ്പിൾ ലിവിംഗ് വിത്ത് HIV എയ്ഡ്സ്, പീപ്പിൾ ലിവിംഗ് വിത്ത് HIV നെറ്റ്വർക്ക്സ് ഹു മീറ്റ് ട്വൈസ് എ ഇയർ. സോ ഇതിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആരൊക്കെയാണ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള കുറച്ച് ഒഫീഷ്യൽസ്, ദെൻ സിവിൽ സൊസൈറ്റി, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ദെൻ പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഈ HIV എയ്ഡ്സ് ആയിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, പീപ്പിൾ ലിവിങ് വിത്ത് ദീസ് ഡിസീസ്. അപ്പം അവരും കൂടിയാണ് ഈ ഒരു ആക്സിൽ ഇൻക്ലൂഡ് ആവുന്നത്. ദെൻ ഇവർ മീറ്റിംഗ് എന്ന് പറയുന്നതാണ് ട്വൈസ് എ ഇയർ ആണ് ഇവർ മീറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് അപ്രൂവ്സ് ന്യൂ പോളിസി ഇനീഷ്യേറ്റീവ്സ്, ആനുവൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്, അപ്പോയിൻറ്റ്സ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ആൻഡ് ആക്സെപ്റ്റ്സ് ദ ആനുവൽ audit report. For better financial and operational efficiency, administrative and financial powers are vested in these executive committee and program director. സോ എന്ന് പറയുന്നത് ന്യൂ പോളിസീസ്, അതുപോലെ ആനുവൽ പ്ലാൻസ്, ബഡ്ജറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മീറ്റിംഗ്സിൽ അവർ അവതരിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ദെൻ ദ ഫങ്ഷൻസ് ഓഫ് സാക്സ്, മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് സർവീസ് കൊടുക്കുന്നുണ്ട്. ദെൻ ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസും കൂടി സാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം സാക്സ് എന്താണ് അല്ലെങ്കിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്താണ് എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഹെഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരാണ്. ദെൻ സാക്സ് വരുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് സാക്സ് വരുന്നത്. സാക്സ് ഹെഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, സാക്സിൽ ആരൊക്കെയാണ് മെമ്പറായിട്ട് ഉണ്ടാവുക, ആൻഡ് അതുപോലെ തന്നെ പുതിയ പോളിസീസും ആനുവൽ പ്ലാൻസും ഒക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് എന്താണ്, മെഡിക്കലും പബ്ലിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസും കൂടി സാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നുള്ളതിൽ.
നെക്സ്റ്റ് പറയുന്നത് ദ സ്പെസിഫിക് റോൾസ് ഓഫ് സാക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ബി എച്ച് ഐ വി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസ്. സോ സാക്സിന് ടി ബി എച്ച് ഐ വി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസുമായിട്ടുള്ള റോൾസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. സാക്സ് എൻഷുവർ സ്മൂത്ത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റെഗുലർ റിവ്യൂ ഓഫ് ടി ബി എച്ച് ഐ വി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസ്. സോ റിവ്യൂസ് അല്ലെ ടി ബി എച്ച് ഐ വി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ റിവ്യൂസ് റെഗുലറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാക്സ് അത് എൻഷുവർ ചെയ്യും, റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ചെയർഡ് ബൈ ദ പ്രിൻസിപ്പൽ ഹെൽത്ത് സെക്രട്ടറി ബൈ ഓർഗനൈസിംഗ് കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ്സ് ട്വൈസ് ഓൺ എ ബൈ ആനുവൽ ബേസിസ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ആരാണ്? മെയിൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഹെൽത്ത് സെക്രട്ടറിയാണ്. ആൻഡ് ഇവരുടെ മീറ്റിംഗ്സ് എങ്ങനെയാണ്? ബൈ ആനുവൽ ബേസിസിലാണ് നടത്തുന്നത്. ദെൻ ദ സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഈസ് ഓർഗനൈസ്ഡ് ബൈ സാക്സ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ക്വാർട്ടർ ടു റിവ്യൂ ആൻഡ് സ്ട്രീം ലൈൻ ദ എച്ച് ഐ വി ടി ബി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസ്. സോ സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പ്സ് അല്ലേ, സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പ്സ് സാക്സ് അറ്റ്ലീസ്റ്റ് വൺ ഇൻ എ ക്വാർട്ടർ, ഓക്കെ, അപ്പം 3 മാസത്തിലൊരിക്കലും എന്ത് ചെയ്യുന്നുണ്ട്? അവരെയും കൂടി റിവ്യൂ ചെയ്തിട്ട് അവരുടെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ അതൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട്. ആരാണ് വിലയിരുത്തുന്നത്? സാക്സ് ആണ് വിലയിരുത്തുന്നത്. ആദ്യം പറഞ്ഞു നമ്മൾ സാക്സും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. സാക്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എച്ച് ഐ വി ടി ബി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ റിവ്യൂ റെഗുലറായിട്ട് റിവ്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മീറ്റിംഗ്സ് ബൈ ആനുവൽ ബേസിസിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ദെൻ സെക്കൻഡ് പറഞ്ഞാണ് സ്റ്റേറ്റ് വർക്കിംഗ് ഗ്രൂപ്പ്സിൻ്റെയും കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂവും അതുപോലെ തന്നെ അവരുടെ മീറ്റിംഗ്സും കൂടി നടത്തുന്നുണ്ട്. ദെൻ തേർഡ്, ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദ ഫീൽഡ് ലെവൽ കൊളബറേറ്റീവ് ആക്ടിവിറ്റീസ് ജോയിൻറ്റ് ഫീൽഡ് വിസിറ്റ് ആർ അണ്ടർടേക്കൻ ബൈ സാക്സ് ആൻഡ് സ്റ്റേറ്റ് ടി ബി സെൻറ്റർ അറ്റ്ലീസ്റ്റ് 1 ഡിസ്ട്രിക്ട് എവറി ക്വാർട്ടർ. സോ അതുപോലെ തന്നെ ഫീൽഡ് ലെവൽ അല്ലേ, അപ്പോൾ ഫീൽഡ് ലെവലിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വിസിറ്റ്സ് അവർ നടത്തുന്നുണ്ട്. സാക്സ് വിസിറ്റ് നടത്തുന്നുണ്ട് സ്റ്റേറ്റ് ടി ബി സെൻറ്റേഴ്സിൽ. അതുപോലെ തന്നെ സാക്സും കൂടിയിട്ട് ജോയിൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽഡ് വിസിറ്റ്സും കൂടി നടത്തുന്നുണ്ട്. ദെൻ ദ സാക്സ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ആനുവൽ റിവ്യൂ ഓഫ് ദ ടി ബി എച്ച് ഐ വി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് കോർഡിനേഷൻ വിത്ത് സാക്സ്. സാക്സ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഐ വി ടി ബി കൊളബറേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ആനുവൽ റിവ്യൂവിൻ്റെ ഒരു പാർട്ടും കൂടിയാണ് ഈ സാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ സാക്സ് ആണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതും റിവ്യൂ കൊടുക്കുന്നതും എങ്ങനെയാണ്? സാക്സിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് എല്ലാം ചെയ്യുന്നത്. Then fifth point, training on TB HIV are integral part of NACP and the National TB Elimination Program activities. Budgets for training staff are borne by SACS for the program personnel. So എന്താണ് HIV TB കോർഡിനേഷൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം? ട്രെയിനിങ്സ് കൊടുക്കണം അല്ലേ? അതും ഒരു വളരെയധികം ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് NACPക്കും അതുപോലെ NTPക്കും. സോ ഇവർക്ക് വേണ്ട ബഡ്ജറ്റ്സ് ഒക്കെ ഫിനാൻഷ്യൽ ആയിട്ട് നോക്കുന്നത് ആരാണ്? സാക്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. Then the supply of cotomazole preventive therapy, that is CPT, is procured and packaged into monthly pouches by SACS, and the local distribution is carried out by NTP in coordination with NACP. സോ എന്താണ് കോട്ടമസോൾ അതായത് CPT ട്രീറ്റ്മെൻറ്റ് തെറാപ്പി പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം ഇതിൻ്റെ പാക്കേജിങ്ങും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസൊക്കെ നോക്കുന്നത് എന്താണ്? അതും സാക്സ് ആണ്. ആൻഡ് ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് carried out by NTP in coordination with NACP. ലോക്കലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം NACPയും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലോക്കൽ ലെവൽ ഡിസ്ട്രിബ്യൂഷൻ അവർ നടത്തുന്നത്. സോ ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്നത് ആരാണ്? സാക്സ് ആണ്. ഈ CPT തെറാപ്പിയുടെ സപ്ലൈ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, മെയിനായിട്ട് പാക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? സാക്സ് ആണ്. ലോക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇവർ രണ്ടുപേരും കൂടി മാനേജ് ചെയ്ത് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് HIV കൗൺസിലിംഗ് ടെസ്റ്റിംഗ് സർവീസസിനെ പറ്റിയിട്ടാണ്. ടു റെഡ്യൂസ് ഗ്യാപ്സ് ഇൻ കവറേജ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു HIV പ്രിവെൻഷൻ, treatment, care and support, the National HIV Counseling Testing Services HCTC's Guidelines 2016 recommends routine HIV testing for persons with presumed TB, persons diagnosed with TB and partners of non-HIV positive persons with TB. സോ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നാഷണൽ HIV കൗൺസിലിംഗ് ടെസ്റ്റിംഗ് സർവീസസ് 2016 ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഗൈഡ് ലൈൻസിൽ പറയുന്ന കാര്യമാണെന്ന് വെച്ചാൽ HIV പ്രിവെൻഷനും ട്രീറ്റ്മെൻറ്റും കെയർ സപ്പോർട്ടും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു HIV റൂട്ടീൻ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗൈഡ് ലൈൻസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? പേഴ്സൺസ് വിത്ത് പെർസംഡ് TB. അപ്പം TB ഉണ്ടെന്ന് സംശയിക്കുന്നവർ എന്ത് ചെയ്യണം? HIV ടെസ്റ്റ് നടത്തണം. അതുപോലെ തന്നെ TB ആയിട്ട് ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരും എന്ത് ചെയ്യണം? അവരും HIV ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ഓഫ് non-HIV പോസിറ്റീവ് പേഴ്സൺസ് വിത്ത് TB ഉള്ള HIV പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും. സോ ഇത്രയും പേര് എന്ത് ചെയ്യണം? ഇവരൊക്കെ HIV റൂട്ടീൻ ടെസ്റ്റിങ് നടത്തണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് THALI, ട്യൂബർക്കുലോസിസ് ഹെൽത്ത് ആക്ഷൻ ലേണിംഗ് ഇനീഷ്യേറ്റീവ്.
സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക എന്താണെന്ന്. So, this initiative was started in 2016 with the support of the United States Agency for International Development as 4-year patient-centric family-focused TB prevention and care initiative to facilitate quality TB services to vulnerable populations. Tali was implemented by Karnataka Health Promotion Trust in Karnataka in collaboration with the National Tuberculosis Elimination Program. താലി എന്ന് പറയുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് 2016 വിത്ത് ദി സപ്പോർട്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇതെന്ന് പറയുന്നത് 4 വർഷത്തെ പേഷ്യൻറ്റ് സെൻട്രിക് ഫാമിലി ഫോക്കസ്ഡ് TB പ്രിവെൻഷൻ ആൻഡ് കെയർ ഇനീഷ്യേറ്റീവ് ആണ്. ആൻഡ് ഇതിലെന്ന് പറയുന്നത് നമ്മുടെ വൾണറബിൾ പോപ്പുലേഷൻസ് ക്വാളിറ്റി TB സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. വൾണറബിൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ അവരുടെ സോഷ്യൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെയധികം പൂർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു ഡിസീസ് വന്നാൽ തന്നെ അത് വളരെയധികം റിസ്ക് ആയിട്ടായിരിക്കും അവർക്ക് അഫക്റ്റ് ചെയ്യുക. സോ അങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ഈ വൾണറബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള TB സർവീസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഇത്. ആൻഡ് ഈ താലി എന്ന് പറയുന്നത് ഫസ്റ്റ് കർണാടക ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. കർണാടക ഹെൽത്ത് പ്രൊമോഷൻ ട്രസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആൻഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു കൊളാബറേഷനും കൂടിയിട്ട് ഈ ഒരു ഇനീഷ്യേറ്റീവിന് ഉണ്ട്. ദ പ്രൊജക്ട് ഫോക്കസ്ഡ് ഓൺ ബിഹേവിയറൽ ചേഞ്ച് പ്രൈമർലി എമംഗ് കമ്മ്യൂണിറ്റീസ് ഫോർ ദ അർബൻ പുവർ. സോ അർബൻ പുവർ ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രൊജക്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ബിഹേവിയറൽ ചേഞ്ച് പ്രൈമർലി എമംഗ് ദ കമ്മ്യൂണിറ്റീസ് ഓഫ് ദ അർബൻ പുവർ. അർബനിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ ബിഹേവിയറൽ ചേഞ്ചാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ പോപ്പുലേഷൻ വിത്ത് കോമോർബിഡിറ്റീസ് സച്ച് ആസ് HIV, AIDS, ഡയബറ്റീസ്, അണ്ടർ ന്യൂട്രീഷൻ വെർ പ്രയോറിറ്റൈസ്ഡ് അണ്ടർ താലി. സോ താലിയിൽ മെയിനായിട്ട് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? HIV, AIDS, ഡയബറ്റീസ്, അണ്ടർ ന്യൂട്രീഷൻ ഇവരെയൊക്കെ ആയിട്ട് ഈ TB ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളുടെയൊക്കെയാണ് അവർ മെയിനായിട്ട് പ്രയോറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദ KHPT പ്ലോട്ടഡ് ദിസ് പ്രൊജക്ട് ഫ്രം ജൂൺ 2019 to July 2020 in 4 ഹൈ ബർഡൻ HIV ഡിസ്ട്രിക്ട് ഇൻ ഇൻ്റർവെൻഷൻ സ്റ്റേറ്റ്സ്. സോ ഇത് നമ്മുടെ കർണാടക ഹെൽത്ത് പ്രൊമോഷൻ ട്രസ്റ്റ് 2019 ജൂൺ മുതൽ 2020 ജൂലൈ വരെയാണ് ഈ ഒരു പ്രൊജക്റ്റ് അവർ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതെന്ന് വെച്ചാൽ കർണാടകയിലെ 4 HIV ഹൈ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഇവരിത് ആദ്യമായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇൻ കർണാടക ഇറ്റ് വാസ് ലോഞ്ച്ഡ്. ഇപ്പോൾ കർണാടകയിൽ ഈ 2 പ്ലേസിലാണ് അവരെന്ത് ചെയ്തത്? ഈ ഒരു പ്രൊജക്റ്റ് അവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഏതൊക്കെ സ്ഥലത്താണ്? ബെൽഗോം ആൻഡ് ബഗാൽകോട്ട് എന്ന് പറയുന്ന ഈ 2 സ്ഥലത്താണ് കർണാടകയിൽ ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ഇത് കർണാടകയിലാണ് വരുന്നതെങ്കിലും ഇത് TB ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ താലി എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് അത് വന്നതെന്നും അവരെന്തിനാണ് ഫോക്കസ് ചെയ്തത്, ഏത് വർഷമാണ് അവർ ഈ ഒരു പ്രൊജക്റ്റ് കർണാടകയിൽ പ്ലോട്ട് ചെയ്തതും, അതുപോലെ കർണാടകയിൽ ഏത് 2 സ്റ്റേറ്റ്സിലാണ് ഇത് ഉണ്ടായിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം. താങ്ക്